बोलो बोचो എത്യോപ്യ ആസാദി 1500 നോട്ടൊക്കെ പിൻവലിക്കുന്നു. ഇതൊക്കെ പറയാനാണ് ഞാനിത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ? ഒന്നുമില്ല, ഞാനൊരു കൊച്ചു കുട്ടിയാണ്. ആ ഫോണൊക്കെ മാറ്റിച്ചാണ് കഥ ശ്രദ്ധിച്ചാണ്. അല്ല ഫീഫർ എന്താ അതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയാൻ വന്നേ. ഈ വർണ്ണമായ ചാമ്പ്യൻസ് ജൂനിയർ ഫെസ്റ്റിൽ ഒരു കൊച്ചു കഥ പറയാനാണ്. അതെ, എന്റെ കഥയുടെ പേരറിയോ? അറിയില്ലേ? അറിയത്തേ ഇല്ല, എന്താ പറയത്തുമില്ല. എന്നാ എന്റെ കഥ തുടങ്ങുകയാണ് കേട്ടോ. സന്ധ്യാസമയം. പടിഞ്ഞാറ് ചക്രവാളത്തിന് സൂര്യൻ മുഖം പൊട്ടുന്നതേ ഉള്ളൂ. ശാന്തമായ സന്നാഹത്തിൽ ആരോ കാൽപെരുമാറ്റം കേട്ട അഹ്ലു ബൈത്തിലെ ഉമ്മ ഫാത്തിമ ബീവി വാതിലൂടെ നോക്കി. തന്റെ ബാപ്പയല്ലേ വരുന്നത്? ബാപ്പ എന്റെ ഈ സമയത്ത് ഇങ്ങോട്ട്? നബി തങ്ങൾ വാതിലടുത്ത് വന്ന് ഉറക്കെ വിളിച്ചു, ഫാത്തിമ, മോളെ ഫാത്തിമ. ഫാത്തിമ ബീവി വാതിൽ തുറന്നു. നബി തങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. നബി തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? 2 ദിവസം പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല. ഇത് കേട്ട നബി തങ്ങൾ കമ്മീസ് പൊക്കി വയറ്റിൽ കെട്ടിവെച്ച കല്ല് കാണിച്ചു. ഇത് കണ്ട ഫാത്തിമ ബീവി ഇതല്ല, ഇതിനേക്കാൾ സങ്കടം വന്നാൽ തൊട്ടപ്പുറത്ത് റോസാപ്പൂ പോലെയുള്ള ഹസനും ഹുസൈനും ഉമ്മീ 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 എന്ന് വിളിച്ചു കരയുകയാണ്. ഇത് കണ്ട നബി തങ്ങൾക്ക് സഹിക്കാറായില്ല. നബി തങ്ങൾ വീട് വിട്ടിറങ്ങി നടന്ന്